ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഈ 12 ഇഞ്ച് മോൾഡിൽ ഒരു ഫ്രെയിം ചെയ്യാൻ പോകുന്നു. ഒരു ബേബി ബർത്ത് ഡീറ്റെയിൽസ് എല്ലാം ഉള്ളൊരു ഫ്രെയിം ചെയ്യാൻ പോകുന്നു. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് മോൾഡ് എടുക്കുക. അതിനുശേഷം സെല്ലോ ടാപ്പ് വെച്ച് നന്നായിട്ട് ഡസ്റ്റൊക്കെ കളഞ്ഞെടുക്കാം. ഇനി നമ്മൾ കളർ മിക്സ് ചെയ്തിട്ടല്ല നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നത്. പകരം ഞാനിങ്ങനെ ഒരു ഫോം ഷീറ്റ്, ഗ്ലിറ്റർ ഫോം ഷീറ്റ് എന്ന് പറയും. ഗ്ലിറ്റർ ഫോം ഷീറ്റ് 2 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് ഒന്ന് മൊത്തം ഫില്ലാവാത്തതുകൊണ്ടാണ് 2 ഷീറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഷീറ്റ് വെച്ചിട്ട് ഇതാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യുന്നത്. ഇത് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിലാണ് ബാക്കി വർക്കുകൾ, ഫോട്ടോസും ഡീറ്റെയിൽസ് എല്ലാം സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മോൾഡിൻ്റെ സൈസ്, സൈഡിലുള്ള ആ ഡിസൈൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ മോൾഡിൻ്റെ താഴെ ആ പേപ്പർ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ പെന്നുകൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡിൻ്റെ അകത്തേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക സൈഡ്. അതേപോലെ ഇനി ആ കുറച്ച് വൈറ്റ് കളർ പോർഷൻസ് കാണുന്നുണ്ടല്ലോ മോൾഡ്, ആ ഏരിയയും കൂടി നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ പീസും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്ത പീസ് നമുക്ക് അവിടെ വെച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു മൊത്തം മോൾഡ് നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഡീറ്റെയിൽസ് ആണ്. ബേബി ബർത്ത് ഫ്രെയിം ആയതുകൊണ്ട് ബേബിയുടെ ജനിച്ച ടൈമും ഹോസ്പിറ്റലും ബ്ലഡ് ഗ്രൂപ്പും ഡേറ്റും എല്ലാം ഉള്ളൊരു പാരൻസ് നെയിമും കുട്ടിയുടെ പേരും അങ്ങനെ എല്ലാം ഉള്ളത് ഞാൻ എടുത്തിട്ടുള്ളത് OHB ഷീറ്റിലാണ് പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. ഈ OHB ഷീറ്റിൽ പ്രിൻ്റ് എടുക്കുമ്പോൾ ഈ OHB ഷീറ്റിന് 100 റുപ്പീസാണ് പ്രിൻറ്റിന് വരുന്നത്. അപ്പോൾ ഞാനത് സൈസ് അനുസരിച്ച് പ്രിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് വെക്കുന്നത് വെച്ചാൽ ഹോസ്പിറ്റൽ, ടൈം, ബ്ലഡ് ഗ്രൂപ്പ്, പിന്നെ പ്ലേസ് ഓഫ് ബർത്ത്, ഇത്രയാണ് വെക്കുന്നുള്ളത്. ഇതിപ്പോൾ റഫായിട്ടൊന്ന് നമ്മൾ സ്പേസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ റഫായിട്ടാണ് വെക്കുന്നുള്ളത്. ഇതിന് ശേഷം നമ്മൾ ഇതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം റെസിൻ ഒഴിച്ച് ഒരു ലെയർ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ചെയ്യുന്നുള്ളൂ. ഇപ്പം ഞാൻ സ്പേസൊക്കെ തികയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഫോട്ടോസാണ് നമ്മൾ എടുക്കുന്നത്. ഇതാണ് അവർ പാരൻസിൻ്റെയും കുട്ടിയുടെയും ഫോട്ടോ. ഈ ഫോട്ടോ ഏത് മെറ്റീരിയലാണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നോർമൽ A3 ഷീറ്റിലാണ് പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. ഞാൻ വേറെ ഒന്നും ചെയ്യാറില്ല, ലാമിനേഷനൊന്നും ചെയ്യാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാമിനേറ്റ് ചെയ്തതിന് ശേഷം റെസിനിൽ ഉപയോഗിക്കാം. ഇത് റെസിനിൽ ഒട്ടിച്ചതിന് ശേഷം റെസിന് ഫോട്ടോന് മുകളിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു സ്റ്റിക്ക് വെച്ചും ഒന്നും വെച്ചും ഫോട്ടോയിൽ തൊടാൻ പാടില്ല. തൊട്ടാൽ അതിൻ്റെ ഇത് ഇളകി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും റെസിൻ ഒഴിച്ചതിന് ശേഷം ഫോട്ടോയുടെ മുകളിൽ ഒരു സ്റ്റിക്ക് വെച്ചാണെങ്കിലും ഒന്നും കൊണ്ടും തൊടാൻ പാടില്ല. തൊട്ടാൽ അതിൻ്റെ പെയിൻറ്റ് ഇളകി വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിന്ന് 2 ദിവസമായിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഡേയിൽ ഞാൻ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തു. അതിനുശേഷം റെസിൻ ഒഴിച്ചു ഒരു ലെയർ സെറ്റ് ചെയ്തു. ഇനി അത് ഡ്രൈ ചെയ്ത് പിറ്റേ ദിവസം ഞാൻ ഒറിജിനലായിട്ടുള്ള നമ്മളെ ഫോം ഷീറ്റിൻ്റെ ഗ്ലിറ്റർ ഷീറ്റിൻ്റെ ലെയർ ഒട്ടിച്ചു കൊടുത്തു. അതിലേക്ക് 3 ഫോട്ടോസും ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഡീറ്റെയിൽസ് എല്ലാം വെക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മൾ റെസിൻ ഒഴിക്കാണ്ട് കുറച്ച് റെസിൻ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ ഫോട്ടോസ് ഒട്ടിക്കുമല്ലോ, ഫെവിക്കോളൊക്കെ വെച്ച് ഒട്ടിക്കുമല്ലോ, അതേപോലെ നമ്മൾ കുറച്ച് റെസിൻ എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് എല്ലാ ഡീറ്റെയിൽസുകളും വെച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ ഒരുമിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകാൻ, ഇങ്ങനെ ഒഴുകി നടക്കാനുള്ള ചാൻസ് ഉണ്ട്. OHB ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി നടക്കാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ അത്ര ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. നമുക്ക് ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതിയാവും. എന്നാലും അത് ചെരിഞ്ഞും പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. നമ്മളൊരു ½ an hour അല്ലെങ്കിൽ 1 മണിക്കൂർ നമ്മൾ എന്തായാലും അതിന് നോക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ വളഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതിങ്ങനെ ഉണങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് മൊത്തം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെസിൻ മൊത്തത്തിൽ ഒഴിച്ചാൽ മതി. ആദ്യം നമ്മൾ കുറച്ച് റെസിൻ എടുത്തതിന് ശേഷം മാത്രം എല്ലാം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അത് ഡ്രൈ ചെയ്യാൻ വയ്ക്കാം. ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി റെസിനും കൂടി ഒഴിച്ച് മൊത്തം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഈ സൈഡിലൊക്കെ കുറച്ച് പേൾസ് എല്ലാം വെച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സാധാരണ നോർമൽ മുത്തുമാല ഉണ്ടാവുമല്ലോ, ആ മാല പൊട്ടിച്ചെടുത്തിട്ടുള്ള പേൾസാണത്.
അപ്പോൾ ഒരു 24 hours ടു ഒരു 32 hours ഒക്കെ വെച്ചാൽ നല്ല മൊത്തത്തിൽ ഡ്രൈ ചെയ്ത് കിട്ടും. ഇനി നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. മൊത്തത്തിൽ ഡ്രൈ ആയിട്ടുണ്ട്, അധികം ഒന്നും വളഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ ഫ്രെയിം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തത് എന്ത് വീഡിയോ ചെയ്യണമെന്നും കൂടിയുള്ളത്, എന്തെങ്കിലും കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇനി ചെയ്ത് കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോ അതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.